നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മോട്ടോർ തത്വം എന്താണ് എന്ന് പറഞ്ഞു. എന്താണ്? ഒരു വൈദ്യുത പ്രവാഹിയായ ചാലകത്തിന് കാന്തിക മണ്ഡലത്തിൽ വെച്ചിരുന്നാൽ അതിന്റെ മുകളിൽ ഒരു ബലം അനുഭവപ്പെടും, അല്ലെ? ചാലകത്തിൽ ഒരു ബലം അനുഭവപ്പെടും. രണ്ട് കണ്ടീഷൻ ഉണ്ട്. ഒന്ന്, ചാലകം കാന്തിക മണ്ഡലത്തിൽ ഉണ്ടാവണം. രണ്ട്, ആ ചാലകത്തിൽ കൂടിയിട്ട് വൈദ്യുതി പ്രവഹിക്കണം. അങ്ങനെ വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകം കാന്തിക മണ്ഡലത്തിൽ വെച്ചാൽ അത് ചലിക്കാൻ തുടങ്ങും. എന്തുകൊണ്ട്? അതിലൊരു ബലം അനുഭവപ്പെടുന്നത് കൊണ്ട്, അല്ലെ? അങ്ങനെ കാന്തിക മണ്ഡലത്തിൽ വെച്ചിട്ടുള്ള വൈദ്യുത പ്രവാഹിയായ ചാലകത്തിൽ ഒരു ബലം അനുഭവപ്പെടുന്നു. ഇതാണെന്ത്? മോട്ടോർ തത്വം. ആ ബലത്തിന്റെ ദിശ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലെമിങ്ങിന്റെ ഇടതു കൈ നിയമം ഉപയോഗിച്ചു. നിയമങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ, ഫ്ലെമിങ്ങിന്റെ ഇടതു കൈ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ മോട്ടോർ തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന രണ്ട് ഉപകരണങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അതിൽ ഒന്നാണ് വൈദ്യുത മോട്ടോർ. നമ്മൾ വളരെ വിശദമായി തന്നെ അതിന്റെ ഭാഗങ്ങളും അതിന്റെ പ്രവർത്തനങ്ങളും വിശദീകരിച്ചു കഴിഞ്ഞു. എന്താണ് അവിടെ സ്ട്രെസ് ചെയ്ത് നമ്മൾ പഠിക്കേണ്ടത്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർമ്മിച്ചു വെക്കേണ്ടത് എന്താണ്? സ്പ്ലിറ്റ് റിംഗ്സ് കമ്മ്യൂട്ടേറ്ററിന്റെ ഉപയോഗം എന്താണ് അവിടെ? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. എന്താണ് സ്പ്ലിറ്റ് റിംഗ്സ് കമ്മ്യൂട്ടേറ്റർ അവിടെ ചെയ്യുന്നത്? ഓക്കെ, ഇനി രണ്ടാമത്തെ ഉപകരണമാണ് വൈദ്യുത ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കർ. എന്നാണ്? ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കർ. ഇന്നത്തെ നമ്മുടെ സംസാര വിഷയം ഇത് തന്നെയാണ്. ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കറിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇതിനെ കുറിച്ച് പറയണമെങ്കിൽ ഇതിന് ഒറ്റക്കായി പറഞ്ഞാൽ ഒന്നും മനസ്സിലാവത്തില്ല. കാരണം ലൗഡ് സ്പീക്കർ ഒറ്റ കൊണ്ടായിട്ട് കാര്യമില്ല. അയാൾ പ്രവർത്തിക്കണമെങ്കിൽ അയാളുടെ കൂടെ രണ്ടുപേര് കൂടി വേണം. ആരൊക്കെയാണത് എന്ന് ഞാൻ പറഞ്ഞു തരാം. നമ്മൾ സാധാരണ വലിയൊരു ആൾക്കൂട്ടത്തിനെ അഭിമുഖീകരിച്ച് സംസാരിക്കുമ്പോൾ, വലിയൊരു സമ്മേളനത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, അവിടെ സ്റ്റേജിൽ സംസാരിക്കുന്നവർ, പ്രാസംഗികർ എന്ത് ചെയ്യുന്നു? ഒരു മൈക്കിന് മുമ്പിൽ നിന്നിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ അയാളുടെ ശബ്ദം എല്ലായിടത്തും വലുതായിട്ട് കേൾക്കുന്നു. ആ മൈക്കില്ല എങ്കിലോ ഒരിക്കലും ആ ഓഡിയൻസിന്റെ ബാക്കിലിരിക്കുന്നവർക്കൊന്നും, സദസ്സിന്റെ ബാക്കിലിരിക്കുന്നവർക്കൊന്നും അയാളുടെ ശബ്ദം കേട്ടെന്ന് വരില്ല. ശരിയല്ലേ? ആ മുമ്പിൽ ഇരിക്കുന്നവർക്ക് മാത്രം, അല്ലെങ്കിൽ സ്റ്റേജിൽ ഇരിക്കുന്നവർക്കേ കേൾക്കത്തുള്ളൂ അയാൾ പറയുന്നത് എന്താണ് എന്നുള്ളത്. അപ്പൊ ഈ ശബ്ദം വളരെ ഉച്ചത്തിൽ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ മൈക്ക് ഉപയോഗിക്കുന്നത് എന്ന് പറയും. ശരിയല്ലേ? പക്ഷെ ശരിക്കും മൈക്കല്ല. മൈക്ക് എന്ന് പറഞ്ഞ ഉപകരണമല്ല ഉച്ചത്തിലായിട്ട് അയാളുടെ ശബ്ദത്തിനെ വളരെ ഉച്ചത്തിലാക്കി മാറ്റിയത് ആരല്ല? മൈക്കല്ല. മൈക്ക് ചെയ്യുന്നത് വേറൊരു പ്രവർത്തനമാണ്. മൈക്ക് അവിടെ വേണം, നിർബന്ധമായിട്ടും വേണം. അപ്പൊ എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് ഞാൻ പറയാം. നമ്മൾ മൈക്കിന് മുമ്പിൽ വെച്ച് സംസാരിക്കുമ്പോൾ, മൈക്ക് എന്ന് പറഞ്ഞാൽ ആക്ച്വലി അതിന്റെ പേര് ചലിക്കും ചുരുൾ മൈക്രോഫോൺ എന്നാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇയാളെ കൂടെ വേണ്ട രണ്ടുപേരുണ്ട്. അവരെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നതാണ്. ഓക്കെ, ചലിക്കും ചുരുൾ മൈക്രോഫോൺ. ആ മൈക്കിന്റെ ശരിക്കും പറഞ്ഞതാണ് ചലിക്കും ചുരുൾ മൈക്രോഫോൺ. ഓക്കെ, ചലിക്കും ചുരുൾ മൈക്രോഫോൺ. ചുരുൾ മൈക്രോഫോൺ. അപ്പൊ ഇതിന് മുമ്പിൽ വെച്ചിട്ടാണ് ആ പ്രാസംഗികൻ സംസാരിക്കുന്നത്. അപ്പൊ എന്താ സംഭവിക്കുന്നത് അറിയാം അവിടെ കുഞ്ഞോളെ? ആ പ്രാസംഗികന്റെ വായിൽ നിന്ന് ശബ്ദതരംഗങ്ങൾ പുറത്തോട്ട് വരുന്നു. ഇതാ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് പുറത്തു വരുന്ന ശബ്ദതരംഗം. അപ്പോൾ ഈ മൈക്രോഫോൺ എന്താ ചെയ്യുന്നത് അറിയാവോ? അങ്ങനെ ശബ്ദത്തിനെ വൈദ്യുത സിഗ്നലുകളാക്കി മാറ്റും. ഇത് മൈക്രോഫോണിന്റെ പുറത്തുള്ള വരുന്ന വയറാണ്. ഓക്കെ, നമ്മളിപ്പോ സാധാരണ പാട്ടൊക്കെ പാടുന്ന സമയത്ത് ഇങ്ങനെ പിടിക്കുന്നില്ല. മൈക്ക് കയ്യിൽ പിടിച്ചിട്ട് ഒരു വയർ ഇങ്ങനെ പിടിക്കും. ആ വയറാണ് മൈക്രോഫോണിന്റെ പുറത്തേക്ക് വരുന്ന വയറാണ്. ആ വയറിലേക്ക് കൂടി കറന്റ് വരും. അതായത് ഈ ശബ്ദത്തിന് അനുസൃതമായിട്ടുള്ള വൈദ്യുത സിഗ്നലുകൾ ഉണ്ടാകും. നമ്മൾ അതിന് ഓഡിയോ സിഗ്നൽ എന്നൊക്കെ പറയും, വൈദ്യുത സ്പന്ദനങ്ങൾ എന്നൊക്കെ പറയും. ഓക്കെ, ആ കറന്റിന്റെ ഗ്രാഫ് ആക്ച്വലി ഇങ്ങനെയാണ്. ഇതാണ് അവിടുത്തെ ഗ്രാഫ്. അതില്
ശബ്ദം എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടാണ്. ശബ്ദം ഒരേപോലെയാണെങ്കിൽ കറണ്ട് ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, ശബ്ദം ഇപ്പൊ ഉയർന്നും താഴ്ന്നുമുള്ള ശബ്ദമാണെന്ന് വിചാരിക്കാം. മെല്ലെ തുടങ്ങി ഉച്ചത്തിലേക്ക് പോയി മെല്ലെ വരുന്നു. അങ്ങനെയാണെങ്കിൽ ആ കറണ്ട് ഇങ്ങനെ ആയിരിക്കും. ശബ്ദത്തിന് അനുസൃതമായിട്ടായിരിക്കും. ശബ്ദം വളരെ വലുതാണ് എങ്കിൽ കറണ്ട് കുറച്ച് വലുതായിരിക്കും. ആ ശബ്ദം ചെറുതാണെങ്കിൽ കറണ്ട് ചെറുതായിരിക്കും. ഇതിന്റെ പേരാണ് ഓഡിയോ സിഗ്നൽ. അല്ലെങ്കിൽ ഇത് ശരിക്കും കറന്റാണ്. ഓക്കെ, അപ്പൊ ലൗഡ് സ്പീക്കറിന്റെ പുറത്തേക്ക് വരുന്നത് മൈക്രോഫോണിന്റെ പുറത്തേക്ക് വരുന്നത് കറന്റാണ്. നമ്മൾ അതിന് പറഞ്ഞ പേരാണ് വൈദ്യുത സ്പന്ദനങ്ങൾ. ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ അടുത്ത പാഠത്തിൽ പഠിക്കും. മൈക്രോഫോണിന്റെ പ്രവർത്തനം എന്താണെന്ന് നമ്മൾ അടുത്ത പാഠത്തിൽ പഠിക്കും. ഓക്കെ കുഞ്ഞോളെ. അപ്പൊ മൈക്രോഫോണിന്റെ മുമ്പിൽ വെച്ചിട്ട് പ്രാസംഗികൻ ഉണ്ടാക്കിയ ശബ്ദമാണ് ഇത്. ഓക്കെ, ആ ശബ്ദത്തിനെ മൈക്രോഫോൺ എന്താക്കി മാറ്റി? വൈദ്യുത സ്പന്ദനങ്ങളാക്കി മാറ്റി. എന്നിട്ട് എന്താക്കുന്നു അറിയാവിടെ കുഞ്ഞോളെ? ഈ വയറിനെ നേരെ ഒരു ഉപകരണത്തിലേക്ക് കൊണ്ടുപോകും. അതിന്റെ പേരാണ് ആംപ്ലിഫയർ. എന്താണ്? ആംപ്ലിഫയർ. 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 ആംപ്ലിഫയർ എന്ത് ചെയ്യുന്ന അറിയാവോ? ഇത് ആക്ച്വലി ഇപ്പൊ സംസാരിക്കുമ്പോ ഏതൊരു പ്രാസംഗികന്റെയും ശബ്ദം വലിയ ശബ്ദമാണെന്നൊന്നുമില്ലല്ലോ. വലിയ സദസ്സിന്റെ ബാക്കിലേക്ക് എത്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഉച്ചത്തിലുള്ള ശബ്ദമാണെന്നില്ലല്ലോ. അപ്പൊ അയാളുടെ ശബ്ദം വളരെ ചെറുതാണെങ്കിൽ കറന്റും ചെറുതായിരിക്കും. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഈ കറന്റിനെ ഒന്ന് പുഷ്ടിപ്പെടുത്തണം, ഒന്ന് ശക്തിപ്പെടുത്തണം. അപ്പൊ ഇത് ശക്തി കുറഞ്ഞ സ്പന്ദനങ്ങളാണ്. ശക്തി കുറഞ്ഞ സ്പന്ദനങ്ങളാണ്. അതിന്റെ ശക്തി കുറഞ്ഞ സ്പന്ദനങ്ങൾ എന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ മറ്റേ തരംഗങ്ങളെ കുറിച്ച് പഠിച്ചത് ഓർമ്മയുണ്ടോ? തരംഗത്തിന്റെ ആയതി എന്തെന്ന് അറിയില്ലേ? ആയതി ഇതാ ഈ ഹൈറ്റ് അല്ലെങ്കിൽ താഴ്ച, ഇതാണ് ആയതി. ആയതി കുറവാണ് എങ്കിൽ അത് ശക്തി കുറഞ്ഞ തരംഗമാണ്. ആയതി കൂടുതലാണ് എങ്കിൽ അത് ശക്തി കൂടിയ തരംഗമാണ്. അപ്പോൾ ആംപ്ലിഫയറിലേക്ക് നമ്മൾ ഈ തരംഗത്തിനെ അയച്ചാല്, ഈ സ്പന്ദനങ്ങളെ ആംപ്ലിഫയറിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആംപ്ലിഫയർ എന്താക്കുന്ന അറിയാവോ? ഇത് ആംപ്ലിഫയറിന്റെ പുറത്തേക്ക് വരുന്ന വയറാണ്. ആംപ്ലിഫയർ അതിനെ വലുതാക്കും, വലിയ ശക്തി കൂടിയ സിഗ്നൽ ആക്കിയിട്ട് മാറ്റും. അതായത് അതിന്റെ ആയിരി കൂട്ടുക. ഈ ആയിരി ഉണ്ടല്ലോ, ഈ ഉയർച്ച അതേപോലെ താഴ്ച, അത് കൂട്ടും. അത് കൂട്ടിയിട്ട് പുറത്തേക്ക് എത്തും. ഓക്കെ, അപ്പൊ എന്താണ് ആംപ്ലിഫയർ ചെയ്യുന്നത്? ഈ ശക്തി കുറഞ്ഞ സ്പന്ദനങ്ങളെ ആംപ്ലിഫയർ ശക്തി കൂടിയ സ്പന്ദനങ്ങളാക്കി മാറ്റുന്നു. അതായത് ആയിരി കൂട്ടിയിട്ട് പുറത്തേക്ക് തരുന്നു. ആയതിയുടെ ഇംഗ്ലീഷാണ് ആംപ്ലിറ്റ്യൂഡ്. ആംപ്ലിറ്റ്യൂഡിനെ കൂട്ടുക എന്ന് പറഞ്ഞ ആംപ്ലിഫൈ ചെയ്യുക. ആംപ്ലിറ്റ്യൂഡിനെ ആംപ്ലിഫൈ ചെയ്യുന്ന ആളാണ് ആംപ്ലിഫയർ. മനസ്സിലായോ? അയാൾ പേരെങ്ങനെ വന്നു എന്നുള്ളത്? അപ്പൊ എന്താ സംഗതി ക്ലിയർ ആയല്ലോ? അപ്പൊ എന്താണ്? ശബ്ദം കറന്റായി, ചെറിയ കറന്റായി. ആ കറന്റിനെ വലിയ കറന്റാക്കി മാറ്റി, ശക്തി കൂടിയ ഇലക്ട്രിക് സിഗ്നൽ ആക്കിയിട്ട് മാറ്റി, വൈദ്യുത സ്പന്ദനങ്ങളാക്കി മാറ്റി. ആര്? ആംപ്ലിഫയർ. പക്ഷെ നമുക്ക് വേണ്ടത് കറന്റ് അല്ലല്ലോ. കറന്റ് ഉപയോഗിച്ചിട്ട് കേൾക്കാൻ പറ്റൂലല്ലോ. അപ്പൊ എന്താക്കണം? ആ കറന്റിനെ വീണ്ടും ശബ്ദമാക്കിയിട്ട് മാറ്റണം. എന്താക്കി മാറ്റണം? വീണ്ടും ശബ്ദമാക്കിയിട്ട് മാറ്റണം. ഏത് ശബ്ദം? ഈ ശബ്ദമാണോ? ഇതേ ശബ്ദം, പക്ഷെ ഉച്ചത്തിൽ അതിനെ കേൾപ്പിക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആളാണ് ലൗഡ് സ്പീക്കർ. ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കർ. ഇതാണ് ലൗഡ് സ്പീക്കർ എന്ന് വിചാരിക്കുക. ലൗഡ് സ്പീക്കറിലേക്ക് ആര് വരുന്നു? ഈ വയറുണ്ടല്ലോ, ഈ വയറിന് നേരെ ലൗഡ് സ്പീക്കറിലേക്ക് ഓടും. അപ്പൊ ലൗഡ് സ്പീക്കറിൽ ഈ ശക്തി കൂടിയ വൈദ്യുത സ്പന്ദനങ്ങളെ വലിയ ഉച്ചത്തിലുള്ള ശബ്ദമാക്കിയിട്ട് മാറ്റും. അതായത് ഈ ചെറിയ ശബ്ദം ഉച്ചത്തിലുള്ള ശബ്ദമായിട്ട് പുറത്തേക്ക് വരും. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. മൊത്തത്തിൽ സംഭവിക്കുന്ന ഇതാണ്. അപ്പൊ ഇതിന്റെ പ്രവർത്തനം പറയണമെങ്കിൽ ഇയാളെയും പരിചയപ്പെടുത്തണം. പക്ഷെ എനിക്ക് പറഞ്ഞ ക്ലിയർ ആയല്ലോ. അപ്പൊ നമ്മളൊരു മൈക്കിന് മുമ്പിൽ സംസാരിക്കുമ്പോൾ നമ്മുടെ വായിൽ നിന്ന് പുറത്തു വരുന്ന ശബ്ദം വയറിലേക്ക് കൂടിയിട്ട് കറന്റായിട്ട് വരുന്നു. ആ കറന്റിനെ നേരെ ആംപ്ലിഫയറിലേക്ക് കൊടുക്കുന്നു. ആംപ്ലിഫയർ അതിനെ പുഷ്ടിപ്പെടുത്തിയിട്ട് ലൗഡ് സ്പീക്കറിലേക്ക് അയക്കും. ലൗഡ് സ്പീക്കർ അതിനെ വലിയ ശബ്ദമാക്കിയിട്ട് പുറത്തേക്ക് കേൾപ്പിച്ചു തരും. അപ്പൊ എന്താണ് ലൗഡ് സ്പീക്കർ ചെയ്തതെന്ന് ക്ലിയർ അല്ലേ? എന്താണ് അപ്പൊ ലൗഡ് സ്പീക്കറിൽ സംഭവിച്ച ഊർജമാറ്റം എന്ന് നിങ്ങൾക്ക് പറഞ്ഞുകൂടെ? എന്താണ് ലൗഡ് സ്പീക്കറിലെ ഊർജമാറ്റം? ലൗഡ് സ്പീക്കറിലെ ഊർജമാറ്റം എന്താണ്? യെസ്, എന്താണ്? വൈദ്യുതോർജം ശബ്ദോർജമായിട്ട് മാറുന്നു അല്ലെ? വൈദ്യുതോർജം ടു ശബ്ദോർജം.
വൈദ്യുതോർജം ടു ശബ്ദോർജം, വൈദ്യുതോർജം ശബ്ദോർജമായി മാറി. ഇനി അത് എങ്ങനെ സംഭവിക്കുന്നു, എങ്ങനെയാണ് ആ പരിപാടി അവിടെ നടന്നത് എന്നറിയണ്ടേ? അത് നമ്മൾ പിന്നീട് പറയും. ഇപ്പൊ തന്നെ ഇവിടെ ഇത് കഴിഞ്ഞ ശേഷം നമ്മൾ അത് എക്സ്പ്ലെയിൻ ചെയ്യും. അവിടെ ഉപയോഗിക്കുന്ന പ്രവർത്തന തത്വം, അതിന്റെ പ്രവർത്തന തത്വം എന്ന് പറയുന്നത് അത് മോട്ടോർ തത്വമാണ്. അപ്പൊ മോട്ടോർ തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന രണ്ടാമത്തെ ഉപകരണമാണ് ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കർ. അപ്പൊ അവിടെ ഈ പറഞ്ഞ പരിപാടി എങ്ങനെ നടന്നു എന്ന് നമുക്ക് പറയാം. അത് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ എന്തൊക്കെയാണ് ലൗഡ് സ്പീക്കറിൽ ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഇത് മറക്കൂലല്ലോ. ഭാഗങ്ങൾ, എന്തൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് നോക്കാം. മോട്ടോർ തത്വം ആകണമെങ്കിൽ എന്ത് വേണം? വൈദ്യുത പ്രവാഹിയായ ചാലകം വേണം. ആ ചാലകത്തിന് എവിടെ വെക്കണം? കാന്തിക മണ്ഡലത്തിൽ വെക്കണം. അപ്പോൾ എന്ത് വേണം? കാന്തിക മണ്ഡലം വേണം. കാന്തിക മണ്ഡലം ഉണ്ടാവണമെങ്കിൽ കാന്തം വേണം. ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കാന്തം. കാന്തം എന്തായാലും വേണം. ഇതാ ആ കാന്തത്തിന്റെ, അതായത് നമ്മുടെ ചലിക്കും ചുരുൾ മൈക്രോഫോണിൽ ലൗഡ് സ്പീക്കറിൽ ഉപയോഗിക്കുന്ന, ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കറിൽ ഉപയോഗിക്കുന്ന കാന്തത്തിന്റെ രണ്ട് ധ്രുവങ്ങൾ, നോർത്ത് സൗത്ത്, രണ്ട് ധ്രുവങ്ങൾ. ഇതിന്റെ അടുക്ക് കാന്തിക മണ്ഡലത്തിൽ എന്ത് വെക്കേണ്ടത്? വൈദ്യുത പ്രവാഹിയായ ചാലകത്തിന് നമ്മൾ വെക്കേണ്ടത് എവിടെയാണ്? കാന്തിക മണ്ഡലത്തിലാണ്. അപ്പോൾ ഇവിടെ ഇത് നോർത്ത് നിന്ന് സൗത്തിലോട്ടാണ് കാന്തിക ബലരേഖകൾ ഇങ്ങനെ പോകുന്നത്. അല്ല, ഇങ്ങനെയല്ല, കാന്തിക ബലരേഖകൾ നോർത്ത് നിന്ന് സൗത്തിലോട്ട്. അപ്പൊ കാന്തിക മണ്ഡലം ഉള്ളത് ഇതിന്റെ അടുക്കാണ്. അപ്പൊ അതിന്റെ അടുക്കാണ് നമ്മൾ ചാലകത്തിനെ വെക്കേണ്ടത്. ഓക്കെ, ആ ചാലകത്തിന് വെക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പച്ചിരുമ്പ് കോറ് വെക്കുന്നു. എന്ത് വെക്കുന്നു? പച്ചിരുമ്പ് കോറ്. അറിയാലോ പച്ചിരുമ്പ് കോറ് എന്ന് കേൾക്കാത്ത കുഞ്ഞോളില്ല. ഇതാ പച്ചിരുമ്പ് കോറ്. ഈ മൂന്നെണ്ണത്തിനെയും ഒന്ന് പരസ്പരം ബന്ധിപ്പിച്ചു വെച്ചാൽ കുഴപ്പമില്ല. ഓക്കെ, വായുവിൽ നിൽക്കൂലല്ലോ. ഓക്കെ, അപ്പോ പിന്നെ രണ്ട് കാന്തങ്ങൾ, അതിന്റെ അടുത്ത് ഒരു പച്ചിരുമ്പ് കോറ്. ഈ കാന്തങ്ങളെ പറഞ്ഞ പേരാണ് ഫീൽഡ് കാന്തം. സോ ഒന്നാമത്തെ ഭാഗം ഫീൽഡ് കാന്തം. ഓക്കെ, രണ്ടാമത്തത് ഒരു പച്ചിരുമ്പ് കോറ്. ഓക്കെ, പച്ചിരുമ്പ് കോറ്, പച്ചിരുമ്പ് കോറ്. ഓക്കെ കുഞ്ഞോളെ, ഇത് ഈ പച്ചിരുമ്പ് കോറിൽ ഒരു നേർത്ത പാട പോലുള്ള ഒരു വസ്തു വെക്കും. ഒരു കോണാകൃതിയാണ് അത് വെക്കുന്നത്. നേർത്ത പാട പോലുള്ള കോണാകൃതിയിലുള്ള ഒരു വസ്തു വെക്കുന്നു. ഇതാ ഇങ്ങനെ. ഓക്കെ, ഇതിന്റെ പേരാണ് ഡയഫ്രം. ഡയഫ്രം. സോ മൂന്നാമത്തെ ഭാഗം ഡയഫ്രം. ഇനിയാണ് ഇതാ ആംപ്ലിഫയറിൽ നിന്ന് വരുന്ന ഈ രണ്ട് കമ്പി ഉണ്ടല്ലോ, ആ രണ്ട് കമ്പികളെ ഡയഫ്രത്തിൽ ഇങ്ങനെ ചുറ്റിയിട്ട് വെക്കുക. നോക്കോ, മാഷ് എങ്ങനെ വരക്കും നോക്കോ. ആംപ്ലിഫയറിൽ നിന്ന് വരുന്ന രണ്ട് കമ്പികളാണ് ഇതാ, ഈ രണ്ട് കമ്പികൾ. അതിനിതാ ഇവിടെ ഇങ്ങനെ ഇതിലെ ചുറ്റിയിട്ട് വെക്കുക. ഇങ്ങനെ ചുറ്റി വെക്കുക. ഓക്കെ, ആംപ്ലിഫയറിൽ നിന്ന് വന്നതാണ് ഇത്. ആംപ്ലിഫയറിൽ നിന്ന് വന്നതാണ്. ഓക്കെ, അപ്പൊ ആ കമ്പികൾ ഇപ്പോ എന്താണ്? ഡയഫ്രത്തിനെ ചുറ്റിയിട്ടാണ്. അപ്പോ നോക്കണം, ഡയഫ്രത്തിന് ഒരു പ്രത്യേകത. ഈ ഡയഫ്രം മുമ്പോട്ടും ബാക്കിലോട്ടും മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു സ്വതന്ത്രമായിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇതിന്റെ അടുത്ത് ഇതിന്റെ അടുത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മുന്നോട്ടും ബാക്കിലോട്ടും മൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ മുകളിലാണ് ഈ കമ്പി ചുറ്റിയിട്ടുള്ളത്. ആ കമ്പിയുള്ളതോ കാന്തിക മണ്ഡലത്തിലാണ്. ഓക്കെ, ഈ കമ്പിയുടെ പേരാണ് വോയിസ് കോയിൽ. വോയിസ് കോയിൽ. സോ നാലാമത്തെ ഭാഗം വോയിസ് കോയിൽ. വോയിസ് കോയിൽ.
കോയിൽ. സോ ഇത്രയാണ് ഭാഗം. ഇതാണ് അതിന്റെ ഫിഗർ. സോ ഇതാണ് നമ്മുടെ ഫീൽഡ് കാന്തം. ഇതാണ് ഒന്നാമത്തെ ഭാഗം ഫീൽഡ് കാന്തം. ഇതാണ് രണ്ടാമത്തെ ഭാഗം എന്തെന്ന് പച്ചിരുമ്പ് കോറ്. ഇതാണ് മൂന്നാമത്തെ ഭാഗം വോയിസ് കോയിൽ. ഇതാണ് നാലാമത്തെ ഭാഗം ഡയഫ്രം. എന്റെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇനിയാണ് നമ്മൾ പ്രവർത്തനം പറയുന്നത്. ഓക്കെ, എങ്ങനെയാണ് നമ്മുടെ ആംപ്ലിഫയറിൽ നിന്നും വന്ന ഈ കറന്റ് വൈദ്യുത സ്പന്ദനങ്ങൾ ഇവിടെ ശബ്ദമായിട്ട് മാറിയത്? അപ്പൊ നമുക്ക് ഇത് നെക്സ്റ്റ് അതിന്റെ പ്രവർത്തനം പറയാം. അതോടുകൂടിയിട്ട് നമുക്ക് ഈ പാഠം സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ എവിടെയാണ് ഉണ്ടായത്? നമ്മുടെ ശബ്ദ തരംഗങ്ങൾ എന്താക്കി മാറ്റുന്നു? ആദ്യം മൈക്രോഫോണിലേക്ക് കടത്തി വരുന്നു അല്ലെ? അപ്പൊ ശബ്ദതരംഗങ്ങളെ മൈക്രോഫോൺ ഏത് മൈക്രോഫോൺ? ചലിക്കും ചുരുൾ മൈക്രോഫോൺ അല്ലെ? മൈക്രോഫോൺ എന്താക്കി മാറ്റുന്നു? മൈക്രോഫോൺ വൈദ്യുത സ്പന്ദനങ്ങളാക്കി മാറ്റുന്നു. മാഷ് നേരത്തെ കാണിച്ചത് തന്നെ ഏതാണ്? വൈദ്യുത സ്പന്ദനങ്ങളാക്കി മാറ്റുന്നു. സ്പന്ദനങ്ങൾ മീൻസ് തരംഗങ്ങൾ, സിഗ്നലുകളാക്കി മാറ്റുന്നു. എന്നിട്ട് അതെന്ത് ചെയ്യുന്നു? ആംപ്ലിഫയറിലേക്ക് അയക്കുന്നു. ഓക്കെ, ശക്തി കുറഞ്ഞ സ്പന്ദനങ്ങളെ ശക്തി കുറഞ്ഞ വൈദ്യുത സ്പന്ദനങ്ങളെ ലൗഡ് സ്പീക്കർ പുഷ്ടിപ്പെടുത്തുന്നു. എന്നുവെച്ചാൽ ശക്തിപ്പെടുത്തുന്നു കേട്ടാ. പുഷ്ടിപ്പെടുത്തുന്നു. ഓർമ്മയുണ്ടല്ലോ, വലിയ സിഗ്നലാക്കി മാറ്റുന്നു. ഓക്കെ, അങ്ങനെ പുഷ്ടിപ്പെടുത്തിയ വലിയ സിഗ്നലുകളാണ് ഇതാ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ശക്തി കൂടിയ കറന്റാണ് ഇതായി കമ്പിയിലേക്ക് വന്നിട്ടുള്ളത്, വോയിസ് കോയിലേക്ക്. ഓക്കെ, അതായത് ഈ വൈദ്യുത സ്പന്ദനങ്ങൾ വോയിസ് കോയിലേക്ക് എത്തുന്നു. ഓക്കെ, വൈദ്യുത സ്പന്ദനങ്ങൾ ശക്തി കൂടിയ വൈദ്യുത സിഗ്നലുകൾ എവിടേക്ക് എത്തുന്നു? വൈദ്യുത സിഗ്നലുകൾ വോയിസ് കോയിലിൽ എത്തുന്നു. എന്തിന്റെ? ലൗഡ് സ്പീക്കറിന്റെ. അപ്പൊ എന്താവുന്നത്? ഇങ്ങനെയാണ് ആക്ച്വലി. അപ്പൊ ഇതിലേക്ക് വരുന്ന കറന്റ് തന്നെ. അപ്പൊ ഇതെന്തായി? വൈദ്യുത പ്രവാഹിയായ ആ ചാലകമുള്ളത് എവിടെയാണ്? അത് കാന്തിക മണ്ഡലത്തിലാണ്. വൈദ്യുത പ്രവാഹിയായ ചാലകമുള്ളത് കാന്തിക മണ്ഡലത്തിലാണ്. മോട്ടോർ തത്വം അനുസരിച്ചിട്ട് ആ ചാലകത്തിന്റെ മുകളിൽ ഒരു ബലം അനുഭവപ്പെടും. എന്നിട്ടോ ചാലകം ബലത്തിന്റെ ദിശയിൽ ചലിക്കും. ഈ ചാലകത്തിലെ കൂടി കറണ്ട് പോകുമ്പോൾ ബലം എങ്ങോട്ട് അറിയോ? ഇങ്ങനെയാണ് ഉണ്ടാവുക. മനസ്സിലാവുന്നുണ്ടോ? ഈ ചാലകം, ഈ വോയിസ് കോയിൽ ഉണ്ടല്ലോ, ആ വോയിസ് കോയിൽ ഇതിങ്ങനെ ചലിക്കുക. മുന്നോട്ടും ബാക്കിലോട്ടും ഇതിങ്ങനെ ചലിക്കുന്നു. വോയിസ് കോയിൽ എന്തിലാണുള്ളത്? ആ വോയിസ് കോയിൽ ചുറ്റിയിട്ടുള്ളത് എന്തിലാണ്? അത് ഡയഫ്രത്തിലാണ്. അതിന്റെ ഫലമായിട്ട് വോയിസ് കോയിൽ മുന്നോട്ടും ബാക്കിലോട്ടും ചലിക്കുമ്പോൾ ഡയഫ്രം മുന്നോട്ടും ബാക്കിലോട്ടും ചലിക്കുന്നു. എന്താ മുന്നോട്ടും ബാക്കിലോട്ടുമുള്ള ചലനത്തിന്റെ പേര്? കമ്പനം, ദോലനം സംഭവിക്കുന്നു. ഇനി 9ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ പഠിച്ചതൊന്ന് ഓർമ്മയിൽ കൊണ്ടുപോവാ. ഏത് വസ്തു കമ്പനം ചെയ്താലും ശബ്ദമുണ്ടാകും. ശബ്ദമുണ്ടാകാനുള്ള കാരണം എന്താണ്? ഭൗതിക വസ്തുക്കളിൽ നിന്ന് ശബ്ദമുണ്ടാവണമെങ്കിൽ ആ വസ്തു കമ്പനം ചെയ്യണം. ഏത് വസ്തു കമ്പനം ചെയ്താലും ശബ്ദമുണ്ടാകും. സംശയമുണ്ടെങ്കിൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ തൊണ്ട തൊട്ട് നോക്കി അവിടെ എന്തോന്നിന്റെ കമ്പനം കാണാൻ പറ്റും, അനുഭവപ്പെടും. കയ്യിൽ കമ്പനം അനുഭവപ്പെടും. നമ്മുടെ വോയിസ് കോയിലാണ്. ഓക്കെ, സ്വനപേടകത്തിലെ സ്വനതന്തുക്കൾ ഇങ്ങനെ കമ്പനം ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് തൊണ്ടയിൽ നിന്ന് ശബ്ദം പുറത്തേക്ക് വരുന്നത്. നമ്മുടെ വോയിസ് കോയിലാണ്. ഓക്കെ, അപ്പോ അതേപോലെ നിങ്ങൾ ഡെസ്കിലേക്ക് ഒന്ന് തട്ടി നോക്കുക.
അല്ലെങ്കിൽ എന്താ പറയുക പാത്രത്തിലേക്ക് തട്ടി നോക്കുക, അത് കമ്പനം ചെയ്യും. അപ്പോഴാണ് അതിൽ നിന്ന് ശബ്ദം ഉണ്ടാകുന്നത്. ഏത് വസ്തു കമ്പനം ചെയ്താലും ശബ്ദമുണ്ടാകും. അപ്പൊ ഇതെന്തായി, ഈ വോയിസ് കോയിൽ കമ്പനം ചെയ്യുന്നതിന്റെ ഫലമായിട്ട് വോയിസ് കോയിൽ എവിടെയാണ് വെച്ചിട്ടുള്ളത്? ഡയഫ്രത്തിലാണ് വെച്ചിട്ടുള്ളത്. ഡയഫ്രം കമ്പനം ചെയ്യുന്നു. ഡയഫ്രം കമ്പനം ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ശബ്ദം പുറത്തേക്ക് വരുന്നു. ഇതാണ് പ്രവർത്തനം. അപ്പൊ ഒന്നുകൂടി എന്താണ്? ശബ്ദതരംഗങ്ങൾ ആദ്യം നമ്മൾ ശബ്ദമുണ്ടാക്കുന്നു, ആ ശബ്ദം മൈക്രോഫോണിലേക്ക് കടത്തിവിടുന്നു. മൈക്രോഫോൺ അതിനെ വൈദ്യുത സ്പന്ദനങ്ങളാക്കി മാറ്റുന്നു, അല്ലെ, ഇലക്ട്രിക് സിഗ്നലുകളാക്കി മാറ്റുന്നു. ആ സിഗ്നലുകൾ ശക്തി കുറഞ്ഞതായിരിക്കും, അതിനെ പുഷ്ടിപ്പെടുത്താൻ വേണ്ടിയിട്ട് ആംപ്ലിഫയറിലേക്ക് അയക്കുന്നു. ആംപ്ലിഫയർ അതിനെ പുഷ്ടിപ്പെടുത്തിയിട്ട് വലിയ വൈദ്യുത സ്പന്ദനങ്ങളാക്കി മാറ്റുന്നു. ആ വൈദ്യുത സ്പന്ദനങ്ങളെ ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കറിന്റെ എന്തിലേക്ക്? വോയിസ് കോയിലേക്ക് എത്തിക്കുന്നു. അപ്പൊ വോയിസ് കോയിൽ എന്തായി? വൈദ്യുത പ്രവാഹിയായ ചാലകമായി. ആ ചാലകമുള്ളത് കാന്തിക മണ്ഡലത്തിലാണ്. അപ്പോൾ മോട്ടോർ തത്വം അനുസരിച്ചിട്ട് അതിലൊരു ബലം അനുഭവപ്പെടും. ആ ബലത്തിന്റെ ദിശ ഇങ്ങനെയായിരിക്കും. അതിന്റെ ഫലമായിട്ട് വോയിസ് കോയിൽ മുന്നോട്ടും ബാക്കിലോട്ടും തുടർച്ചയായി ചലിക്കുന്നു. അപ്പോൾ വോയിസ് കോയിൽ വെച്ചിട്ടുള്ള ലൗഡ് സ്പീക്കറിന് ഡയഫ്രത്തിന് ചലനമുണ്ടാകുന്നു. അതിന്റെ ഫലമായിട്ട് ആ പഴയ ശബ്ദം വളരെ ഉച്ചത്തിൽ ആയിരി കൂടിയിട്ട് ശക്തിയായ രീതിയിൽ പുറത്തേക്ക് വരുന്നു. ഓക്കെ, അപ്പൊ ഇവിടേക്ക് നമ്മുടെ പാഠം കഴിഞ്ഞു.